ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലുടനീളം ആശങ്കയുടെ തരംഗം ഉയർന്നിരിക്കുകയാണ്. മധ്യപൂർണേഷ്യയിലെ ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനകം തന്നെ സംഘർഷഭരിതമായിരിക്കെ അമേരിക്ക ഇറാൻ ബന്ധം വീണ്ടും സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ രാജ്യത്തെ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പാണ് ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണം. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമ നാവിക സാന്നിധ്യം ശക്തമാണ്. ഖത്തർ, ബഹ്റൈൻ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ താവളങ്ങൾ മധ്യപൂർവ്വ മേഖലയിലെ അമേരിക്കയുടെ സുരക്ഷാ തന്ത്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അതിനാൽ ഇറാൻ മുന്നറിയിപ്പ് പോലെ ഇവ ലക്ഷ്യമാക്കിയാൽ അത് ഒറ്റയടിക്ക് പ്രാദേശിക സംഘർഷത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള സാധ്യതയും സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഖത്തറിലെ അൽ ഉദയ് വ്യോമത്താവളം അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. 2025 ജൂണിൽ നടന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക പിന്തുണ നൽകിയതിനെ തുടർന്ന് ഇറാൻ അൽ ഉദയ് താവളത്തിലേക്ക് മിസൈൽ പ്രയോഗം നടത്തിയ സംഭവം ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ ഓർമ്മയിൽ പുതിയതാണ്. അന്നത്തെ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സൈനിക രാഷ്ട്രീയ സന്ദേശം ശക്തമായിരുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഇറാൻ പ്രതികരിക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് അത് നൽകിയിരിക്കുന്നത്. അതിനാൽ പുതിയ ഭീഷണികൾ ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ ഒരുക്കങ്ങൾ ശക്തമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അടുത്തിടെ അൽ ഉദയ് താവളത്തിൽ നിന്ന് ചില US ഉദ്യോഗസ്ഥരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ ഈ ആശങ്കയെ കൂടുതൽ ശക്തമാക്കി. ഇത് വെറും സുരക്ഷാ മുൻകരുതലാണോ അതോ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം ചൂടുപിടിച്ചിരിക്കുന്ന വേളയിൽ അവ വലിയ സൂചനകളായി വായിക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവ കരാറിൽ അർത്ഥവത്തായ വിട്ടുവീഴ്ച കാണിക്കാത്ത പക്ഷം സൈനിക നടപടി സ്വീകരിക്കാമെന്ന് തുറന്നു പറഞ്ഞത് സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കി. അടുത്ത 10 ദിവസത്തിനകം എന്ത് നടക്കുമെന്ന് കാണാമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം സൈനിക സാധ്യതകൾക്കും വാതിൽ തുറക്കുന്നതാണ്. അതിന് മറുപടിയായി ഗൾഫ് മേഖലയിലെ US താവളങ്ങൾ, സ്വത്തുവകകൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് രംഗത്തെത്തിയതോടെ സംഘർഷം പരസ്പരം ഭീഷണികളിലേക്ക് നീങ്ങി. ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുമായി അടുത്ത സൈനിക രാഷ്ട്രീയ ബന്ധം പുലർത്തുന്നവരാണ്. അതേസമയം ഇറാനുമായി ഭൂശാസ്ത്രപരമായ അടുപ്പവും സാമ്പത്തിക ബന്ധങ്ങളും ഇവർക്കുണ്ട്. തുറന്ന സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ആദ്യ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരിക ഗൾഫ് മേഖലയായിരിക്കും. എണ്ണവിലയിൽ കുതിപ്പ്, കപ്പൽ ഗതാഗതത്തിലെ തടസ്സം, ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിഫലിക്കും. അതിനാൽ സംഘർഷം പടരാതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇറാൻ അമേരിക്ക ബന്ധത്തിലെ ചൂട് വർദ്ധിച്ചാൽ ഇസ്രായേൽ, സിറിയ, ലെബനൻ തുടങ്ങിയ മേഖലകളിലേക്കും അതിന്റെ പ്രത്യാഘാതം വ്യാപിക്കും. ഇറാനുമായി ബന്ധമുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ മേഖലയിൽ സജീവമാണെന്ന് കൂടി പരിഗണിക്കേണ്ടതാണ്. അത്തരത്തിൽ സംഘർഷം പടരുന്നത് നിയന്ത്രിക്കാൻ പ്രയാസമാകും. ആണവ കരാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ കരുതുന്നത്. പക്ഷേ തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ സംഘർഷത്തിന് വഴിവെക്കാനിടയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രത വഹിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതോടൊപ്പം നയതന്ത്ര ഇടപെടലുകളും സജീവമാക്കാനുള്ള ശ്രമം തുടരുന്നു. അമേരിക്കയും ഇറാനും പരസ്പര ഭീഷണികളിൽ നിന്നും പിന്തിരിഞ്ഞ് ചർച്ചാമാർഗം സ്വീകരിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനവും സ്ഥിരതയും ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ചേർന്നു നിൽക്കുന്നതാണ്. അതിനാൽ അതീവ സൂക്ഷ്മമായ ഈ ഘട്ടത്തിൽ വിവേകപൂർണമായ നയതന്ത്രമാണ് സംഘർഷം ഒഴിവാക്കാനുള്ള ഏക വഴി എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.